മുഴക്കുന്ന ആറളം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരു പാലം വേണമെന്ന നാട്ടുകാരുടെ ചിരകാല അഭിലാഷം യാഥാർത്ഥ്യമാകുന്നു. മഴക്കാലത്ത് തോണി ഉപയോഗിച്ചും വേനൽക്കാലത്ത് വെള്ളം പറ്റുമ്പോൾ കാൽനടയായുമാണ് ഈ പ്രദേശത്തുള്ളവർ ആറളം ടൗണുമായി ബന്ധപ്പെട്ടിരുന്നത്. ഇവിടെ ഒരു പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നാട്ടുകാരായ നമുക്കെല്ലാം ഒരുപാട് സന്തോഷങ്ങളുണ്ട്. കാരണം ഈ പാലം വരുന്നത് കാപ്പങ്കട പാലം വരുന്നത് നാട്ടുകാർക്ക് ഉപകരിക്കുന്നത്, മലയോര യാത്രക്കാർക്ക് വലിയ ഉപകരിക്കുന്നതാണ്. ആറളം ടൗൺ അവസാനിക്കുന്നിടത്തു നിന്നും അയ്യപ്പങ്കാവ് ജംഗ്ഷനിലേക്ക് പുഴയ്ക്ക് കുറുകെയുള്ള പാലം ശരിക്കും കടന്നു പോകേണ്ടിയിരുന്നത് ഇതിലൂടെയായിരുന്നു. എന്നാൽ ഇത് യാഥാർത്ഥ്യമാകാതിരുന്നതോടെ കാപ്പങ്കടവ്, അയ്യപ്പങ്കാവ്, പാലപ്പുഴ ഭാഗത്തുള്ളവർ കിലോമീറ്ററുകൾ വളഞ്ഞു ചുറ്റി അത്യാവശ്യങ്ങൾക്കായി ആറളം ടൗണിൽ എത്തിച്ചേരേണ്ട അവസ്ഥയായി. ഇതോടെയാണ് കാപ്പങ്കടവിൽ പാലം പണിയണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് രംഗത്ത് വന്നത്. ജനകീയ കമ്മിറ്റിയുടെ ശ്രമഫലമായി 6,70,000 രൂപയുടെ എസ്റ്റിമേറ്റ് ബന്ധപ്പെട്ട വകുപ്പിന് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പാലം പണിക്കുള്ള തുക അനുവദിച്ചിരിക്കുന്നു. ഏറെ നാളത്തെ പരിശ്രമത്തിന്റെ ഫലമായി പാലം പണിയുടെ പ്രാരംഭഘട്ട പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ പിന്നണിയിൽ ചുക്കാൻ പിടിച്ചവർ പ്രൈം വിഷൻ ന്യൂസിനോട് സന്തോഷം പങ്കുവച്ചു. മുഴക്കുന്ന് പഞ്ചായത്തിനെയും ആറളം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കാപ്പുംകടവ് പാലത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഒരുപാട് വർഷമായി, 25 വർഷമായി ഒരുപാട് ജനങ്ങൾ ഈ ഇവിടുത്തെ ഹരിജന കോളനിയിലുള്ളയും അതുപോലെ ആറളം കോളനിയിലുള്ള ആൾക്കാരെയും കൂട്ടി ബന്ധിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ, അതുപോലെ ആറളം ഫാമിലേക്ക് ജോലിക്കായി പോകുന്നവർക്ക് എളുപ്പമാർഗം എന്ന രീതിയിൽ, അതുപോലെ പർവ്വത്തെ കണ്ടീച്ചെടുക്കണം കീഴ്പ്പള്ളി ഭാഗത്തു നിന്ന് എളുപ്പത്തിൽ മലയോര ഹൈവേ കൂടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്, അതുമാത്രമല്ല നമ്മൾ ആറളം പാലവുമായിട്ട് ഏകദേശം 3.5 കിലോമീറ്റർ 4 കിലോമീറ്റർ എടൂർ ഭാഗത്തു നിന്ന് വരുന്ന ഒരാൾക്ക് 4 കിലോമീറ്ററോളം അധികമായിട്ട് പോകേണ്ടി വന്നു. ഈ പാലം വന്നാൽ അതിൻ്റെ വലിയൊരു ഗുണമാണ് നാട്ടുകാർക്കും അതുപോലെ യാത്രക്കാർക്കും. മലയോര ഹൈവേയിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് 4 കിലോമീറ്ററോളം ലാഭമുള്ള ഒരു പാലമാണ് ഇപ്പം കാപ്പുംകടവിൽ വരാൻ പോകുന്നത്. ആറളം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു കമ്മിറ്റി ചർച്ച ചെയ്ത് നമുക്ക് കാപ്പുംകടവിൽ ഒരു പാലം വേണമെന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ തിരുവനന്തപുരത്ത് പോയി മന്ത്രി റിയാസിന് ഒരു അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധ നിയമോപദേശം കിട്ടി. നിങ്ങൾ നാട്ടിൽ പോയിട്ട് ഒരു നല്ലൊരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തി, എല്ലാ പാർട്ടിക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ പറയുകയും തിരിച്ചു വന്ന് ഞങ്ങൾ അപേക്ഷ കൊടുത്ത് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ നേരെ MLA അതുപോലെ ഇവിടുത്തെ എല്ലാ CPM-ൻ്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടി, അതുപോലെ SDPൻ്റെ, മുസ്ലിം ലീഗിൻ്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും വിപുലമായൊരു കമ്മിറ്റി നമ്മൾ വിളിച്ചു ചേർത്തി അവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. മൂസക്ക ചെയർമാനായും എൻ്റെ പേര് നാസർ എന്നാണ്, ഞാൻ കൺവീനറായിട്ട് വിപുലമായൊരു കമ്മിറ്റി, അതുപോലെ ഇവിടുത്തെ മുഹമ്മദ്, അതുപോലെ ഒരുപാട് നാട്ടുകാരൊക്കെ ഉള്ള കമ്മിറ്റി, വിപുലമായ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് MLA അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാവരും കൂടി അപേക്ഷ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് MLA നല്ല ശ്രമിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് നല്ല ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫണ്ട് പാസ്സാക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് 6,70,000 രൂപ ഇവിടെ പാസ്സായിരിക്കുകയാണ്.